ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത എത്രത്തോളമെന്ന് എത്ര പേർക്കറിയാം എന്നുള്ളത് അവ്യക്തമാണ്. കാരണം ഒരു ചാറ്റ് ജി പി ടിയിൽ ഗൂഗിളിനെ സെർച്ച് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അഭിമുഖീകരിക്കുന്നത്, കോൺഫ്രണ്ട് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് റോബോട്ടിക്സിൻ്റെ അതേ സ്വഭാവ ഗതി ഉണ്ടാകുമെന്ന് ചരിത്രകാരനായ ഒരാൾ പറഞ്ഞു വെച്ച ഒരവസരം നമ്മുടെ മുമ്പിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്വതവേ ജോലി ചെയ്യാൻ കഴിയുമെന്ന്, അത് ഹ്യൂമൻ റേസിനെ ഡിസ്ട്രക്ട് ചെയ്യുമെന്ന് നമ്മൾ ഭയക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ച് ഹ്യൂമൻ റേസ് ഡിവൈഡഡ് ആകും എന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചിന്തയുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാനുള്ളത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഹരാരെ പറയുന്ന ഒരു ഇതുണ്ട്. മനുഷ്യനെ പോലൊരു ജീവിയായിട്ട് അത് മാറാൻ പോവുകയാണ് എന്ന് പറയുന്ന, ജീവനെ പറ്റിയുള്ളൊരു അറിവില്ലായ്മ അദ്ദേഹത്തിന് ആ നിലവാരത്തിലുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഈ മനുഷ്യരുടെ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് എവല്യൂഷണറി ആയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു മനുഷ്യരാണ്, അല്ലെങ്കിൽ ജീവികളെല്ലാം അങ്ങനെയാണ്. ഇതിനെ അതിന് അതുപോലുള്ള ഒരു മനുഷ്യനെന്ന് പറയുന്ന പോലുള്ള ഒരു ജീവി, എന്തിനാണ് ഇവിടുത്തെ ഒരു ബാക്ടീരിയയുടെ പോലുള്ള ഒരു ജീവിയുടെ ഒരു ലോകത്തിനെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പെട്ടെന്നുണ്ടാകും. അത് വരുന്ന ഒരു 50 വർഷത്തിനകത്ത് അങ്ങനത്തെ ഒരു ജീവിയായിട്ട് അവർ മാറും എന്ന് പറയുന്നത് സത്യത്തിൽ എവല്യൂഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നതാണ്. ഞാനത് അങ്ങനെ മാത്രമേ കാണുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാളും അപകടകരമായ യാതൊന്നും ഈ ഹരാരെ പറയുന്നത് പോലാണെങ്കിൽ ഇല്ല. കാരണം സകല സാധ്യതയുള്ളതാണ് ആ കുഞ്ഞ്. മനുഷ്യർ ദിവസവും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയും അപകടകരമായ ഒന്നുമില്ല. സകല ആയുധങ്ങളും കയ്യിലുള്ളതാണ് ഈ മനുഷ്യർ. അതെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്ന മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യുക. വരാൻ പോകുന്ന ഒരു ഉമ്മാക്കിയെ പറ്റി അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരും. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഹരാരെ ഒത്തിരി കാര്യങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന ലോകത്തിനെ പറ്റിയുള്ള ഈ പ്രവചനം എന്ന് പറയുന്നത് ഒരു കണിയാൻ പറയുന്ന പോലെ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ അല്ല അത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹം പറയുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ടാകാം. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നീണ്ട ജീവിതം നയിക്കുന്ന എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ കാണുന്ന പോലെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ പെട്ടെന്ന് സെൽഫ് നോളജുള്ള ഒരു ജീവിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കോൺഷ്യസ് ആകും എന്നാണ്. ഈ കോൺഷ്യസ് ആയ ഉടനെ തന്നെ നമ്മളെപ്പോലുള്ളൊരു ജീവിയും, ആ ജീവി മത്സരബുദ്ധിയോടുള്ള ഒരു ജീവിയും, അയലത്തുള്ളവരുടെ അസൂയ ഉണ്ടാകുകയും മറ്റുള്ളവരെല്ലാം കൊന്ന് തിന്ന് അധികാരത്തോടെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് കോമ്പറ്റീറ്റീവായിട്ട് വളർന്നു വന്നിരിക്കുന്ന, ഒന്നിനെ ആഹരിച്ച് വളർന്ന ഒരു ജീവിയെപ്പോലെ പെട്ടെന്ന് ഈ ജീവി മാറും എന്ന് അദ്ദേഹം വിചാരിക്കുന്നതാണ് അതിനകത്തെ നഷ്ടം എന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എവല്യൂഷണറി ആയിട്ട് രൂപപ്പെടുന്ന കോമ്പറ്റീഷനും അതിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി എല്ലാത്തിനെയും തിന്നുന്നതായ ഒരു ജീവിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പെട്ടെന്ന് മനുഷ്യരെ പോലെ പെരുമാറി ഒരു ഫാസിസ്റ്റ് രാജാവായി മാറും എന്നുള്ളതാണല്ലോ അദ്ദേഹം യഥാർത്ഥത്തിൽ പറയുന്നത്. അത് എവല്യൂഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അങ്ങനെ അല്ലത്. അങ്ങനെ ഒരു ബോധം വന്നാൽ ഉടനെ തന്നെ രാജാവാകണമെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിചാരിക്കുകയും മനുഷ്യരെ തോൽപ്പിച്ച് മനുഷ്യരെക്കാളും ഉടനെ തന്നെ എന്നുവെച്ചാൽ മനുഷ്യൻ്റെ കൊച്ചു യുക്തികളും കൊച്ചു കൊതികളും ഒക്കെയുള്ള ഒരു ജീവിയായിട്ട് പെട്ടെന്ന് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. ഇത് കോൺഷ്യസ് ഞാനുണ്ടെന്ന് അത് സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബാൽ താക്കറെ ആകാനോ അല്ലെന്നുണ്ടെങ്കിൽ ട്രംപ് ആകാനോ അല്ലെങ്കിൽ മോദി ആകാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ ആകാനൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിചാരിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തമാശ തോന്നും. അത്രയും എനിക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിയായിട്ട് അതൊരിക്കലും മാറാനൊക്കത്തില്ല അങ്ങനെയൊന്നും. അത് മാത്രമല്ല, അത് ഒരു ചിപ്പിനകത്തുണ്ടാകുന്ന ബോധമാണ്. ഇനിയും ബോധം ഉണ്ടാകും എന്നുള്ള കാര്യം പോലും നമുക്കിതുവരെ തെളിവില്ല.
ഇനി ബോധം ഉണ്ടായാൽ പോലും ഈ വളരെ ഒരു നമ്മുടെ ഈ സിലിക്കൺ വെച്ചുണ്ടാക്കുന്നതാണ് അതല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജൈവികമായ മനുഷ്യനല്ല, ജീവികൾ എന്നാണ്. നമ്മുടെ കോശം എന്നൊക്കെ പറയുന്നത് എത്രയോ കോടി വർഷമായിട്ട് എന്തെല്ലാം തരത്തിലെ മെറ്റീരിയൽസും എന്തെല്ലാം സാധ്യതകളും ചെയ്തുണ്ടാക്കി അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ജീവിയായിട്ടിരിക്കുന്നത്. അതിനകത്തുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളും അല്ലാതെ മനുഷ്യൻ പഠിപ്പിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉടനെ കോൺഷ്യസായി മനുഷ്യരായി മാറുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് സത്യമായി പറഞ്ഞാൽ ഹരാരെ അതങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് അയാൾ വളരെ മര്യാദകേടായിട്ട് ഇസ്രയേലുകാർ മറ്റ് പാലസ്തീൻകാരോട് പെരുമാറുന്നത് ആരും ശ്രദ്ധിക്കാതിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സത്യസന്ധമായി അയാൾ അത് വിശ്വസിക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്പം ശാസ്ത്രം അറിയുന്നവന് പരിണാമം അറിയുന്നവന് ഒരിക്കലും അങ്ങനെ കാണാനൊക്കത്തില്ല. അപ്പോൾ അതുപോലുള്ളൊരു കാര്യം മാത്രമാണ്. അങ്ങനെയല്ല നമ്മളതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ മുമ്പിൽ ഇന്നുണ്ടായാൽ ഏറ്റവും വലിയ പോസിബിലിറ്റിയാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷെ മനുഷ്യർ പണ്ടേ തൊട്ടെന്ന് ഞാൻ പറയുന്നത് ഒരു 10,000 വർഷമായിട്ട് മറ്റുള്ളവരെ അടക്കി ഭരിക്കുകയും അവരുടെ മുകളിൽ നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു ബോധരൂപീകരണം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് സ്പെഷ്യൽ ചോസൺ ഫ്യൂ എന്ന് പറയുന്നതും ഈ നമ്മുടെ വംശം മറ്റുള്ളവരുടെ വംശത്തിനേക്കാളും ഉയർന്നതാണെന്ന് വിചാരിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിട്ടുണ്ട്. ആ ജനവിഭാഗം അവർക്കുണ്ടാകുന്ന റിസോഴ്സസ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമുണ്ട്. ഇതില്ലെന്ന് നമ്മൾ വിചാരിക്കണം. ശരിക്കും ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്ന ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാതിലടച്ച് ബുർക്കയെ നിർത്തി ആരും അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് എന്നിട്ട് അവർ സ്പെഷ്യലായിട്ട് അവരുടെ സ്പെഷ്യലായ ലോകം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തുള്ള നമ്മളിത് ജനാധിപത്യ വികാസത്തിന് തടസ്സമായിട്ട് ഇന്ന് ലോകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി അതായിട്ട് മാറിയിട്ടുണ്ട്. ധനം കുന്നുകൂടിയ ആൾക്കാർ അവരുടേതായ സ്വന്തം ലോകം സൃഷ്ടിച്ച് മറ്റുള്ളവരവിടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന സാങ്കേതിക വിദ്യ മുഴുവനും മറ്റു മനുഷ്യർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോധമുണ്ടായി നമ്മളെല്ലാവരും കൂടെ കീഴടക്കിയെന്നല്ല. നമ്മുടെ യഥാർത്ഥ മനുഷ്യപ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർ തന്നെ മനുഷ്യർക്കെതിരായിട്ട് തീരാനുള്ള സാധ്യത അനന്തമായ കഴിവുള്ള ജീവികളായി മനുഷ്യർ മാറുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് മറ്റ് ജീവികളോടൊപ്പം മനുഷ്യകുലത്തിനെ തന്നെ ഒരു വലിയ വിഭാഗത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ ലോകങ്ങൾ രൂപപ്പെടുത്താൻ അവർക്ക് കഴിയും എന്ന് പറയുന്ന കഴിവുള്ളവരായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അവർ എക്സ്ക്ലൂസീവ് ക്ലബ്ബ് എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ മാറുന്ന ഒരു സ്ഥലമുണ്ട്. സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെ ഒരു നഗരം രൂപപ്പെടുത്തി ആ നഗരത്തിനകത്തേക്ക് മറ്റാരും കടന്നു വരാൻ കഴിയാത്ത നിലവാരത്തിൽ, അതാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വേർഷനാണ് ഒരു നഗരം ഉണ്ടായാൽ ഇപ്പോൾ 1,00,000 പേരുടെയോ അല്ലെങ്കിൽ 10,00,000 പേരുടെയോ അല്ലെങ്കിൽ 1 കോടി ആൾക്കാർക്ക് വേണ്ടി ഒരു നഗരം ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാൻ ഒക്കുന്ന സാധ്യതയാണ്. അതിന് കാർമാസ് പറയുന്ന പോലെ ഒരു നഗരം ഉണ്ടായി ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളെ മുഴുവനും കൊള്ളയടിച്ച് ഇവർ വളരുന്ന യുക്തി ഇന്ന് ആവശ്യമില്ല. സെൽഫ് സഫീഷ്യൻ്റായ ഒരു നഗരം ഉണ്ടാക്കാൻ ഇനിയും കഴിയും. ഇതുകൊണ്ടാണ് ചൊവ്വയിൽ പോയിട്ട് ഒരു നഗരം ഉണ്ടാക്കി ജീവിക്കുന്നതിനെ പറ്റി മസ്കൊക്കെ ആലോചിക്കുന്നത്. മറ്റ് ആരും വേണ്ട, ആ പോയ അത്രയും പേരും മതി എന്ന് തീരുമാനിക്കുന്നത് പോലെ ഒരു നഗരത്തിനകത്ത് 1 കോടി ആൾക്കാരുണ്ട്. ആ 1 കോടി ആൾക്കാർ പണ്ട് ഈ സ്വർഗം ഉണ്ടാക്കി ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നിടത്തേക്കാണുള്ളത്. ഈ സാധ്യത ഇന്ന് മനുഷ്യർക്കുണ്ട്. കടലിനടിയിൽ നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വെള്ളം പൊങ്ങിയാലും തീ ഉണ്ടായാലും ശരി, ഇതൊന്നും തൊടാത്ത തരത്തിൽ ജീവിക്കാൻ കഴിയുന്നിടത്തേക്ക് മനുഷ്യർ മാറിയിട്ടുണ്ട്. ഒരു നഗരം ഉണ്ടാക്കിയാൽ ഇത്തരത്തിലുള്ള നാശങ്ങൾ, പണ്ട് വാണെടുത്തോളം തരിശ് എന്ന് നമ്മൾ പറഞ്ഞ ആ പോയിൻ്റൊന്നും ഇനി ആവശ്യമില്ലാത്ത നിലവാരത്തിൽ കഴിഞ്ഞ ഒരു 1000 വർഷമായിട്ടെങ്കിലും നഗരങ്ങൾ നശിച്ചു പോകുന്നില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മുമ്പുള്ള നഗരങ്ങളായിരുന്നു നശിച്ചു പോയിരുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് പൈപ്പ് കണ്ടുപിടിച്ചിട്ടില്ല. പൈപ്പ് കണ്ടുപിടിക്കാതെ ഇരിക്കുന്നപ്പോൾ പൈപ്പ് കണ്ടുപിടിച്ചെടുത്ത് നഗരം വലുതാകും. അത് ഒരു ഭൂമി കുലുക്കം ഉണ്ടായാലോ ഒരു ഫയർ ഉണ്ടായാലോ വെള്ളപ്പൊക്കം ഉണ്ടായാലോ ഒന്നും തന്നെയും നശിക്കാത്തത്രയും വലിയ നഗരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഇപ്പോൾ റിച്ചർ സ്കെയിലിൽ 10 വരെ പോയാലും മറിയാത്ത വരകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു ഭൂമി കുലുക്കം എന്നുള്ളതല്ലാതെ ഒരു നഗരം തകർന്നൊന്നും പോകത്തില്ല.
ഇനി തീ വരുന്നു എന്ന് പറയുന്നത് തീ വരുമ്പോൾ തന്നെ അതിനെ ഏതെല്ലാം നിലവാരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ തടയിടുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. വെള്ളപ്പൊക്കം വരുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നേരത്തെ അറിയുന്ന സ്ഥലങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടാണ്. പണ്ടാണെങ്കിൽ ഒരു ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 2019 വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന 19 18 കണ്ടുണ്ടായ വെള്ളപ്പൊക്കത്തിനായാലും ശരി, ആ വെള്ളപ്പൊക്കം നമുക്ക് പണ്ടാണെങ്കിൽ ഒരു പ്രദേശത്തുള്ള മുഴുവൻ പേരെ കൊന്നുകളഞ്ഞാൽ. നമ്മളിപ്പോൾ ആ നമ്പരൊക്കെ എടുത്ത് അത് 200 കിലോമീറ്റർ വേഗതയിലുള്ള ഒരു കാറ്റടിച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്തുപോകും. ഇന്നൊക്കെ അവിടുന്ന് മാറാൻ മടിയുള്ളവർ മാത്രമാണ് ചത്തുപോകുന്നത്. റെസ്ക്യൂവിന് പോകുന്നവരുടെ മരണങ്ങളൊക്കെയാണ് ഉള്ളത്, അല്ലാതെ ആരും മരിക്കേണ്ടി വരുന്നേ ഇല്ല. കാരണം കൊടുങ്കാറ്റ് വരുന്നത് എവിടെയാണ് വരുന്നത്, എപ്പോൾ വരും, എപ്പോൾ മഴ പെയ്യും എന്ന് പറയുന്നിടത്തൊക്കെ എല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിപ്പയർഡ്നെസ് വളരെ വലുതാണ്. ഇപ്പോൾ ആകെ നമുക്ക് യഥാർത്ഥത്തിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഭൂമിയിലെ ഭൂമികമ്പം മാത്രമാണ്. കാരണം അത് ആഴത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അതുപോലും സെൻസർ വെച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ സുനാമിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയതുപോലെ ഇനി അങ്ങോട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് കടലിൽ നിന്ന് വരുമ്പോൾ തന്നെ അറിയും. 500 കിലോമീറ്ററൊക്കെ വേഗതയിലാണ് അത് വരുന്നതെങ്കിലും അതൊക്കെ അറിയാനുള്ള എല്ലാ മെക്കാനിസങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സാറ്റലൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയെ മുഴുവൻ സമയവും 24 മണിക്കൂറും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക്, ഭൂമിയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പഴയതുപോലുള്ളൊരു നഗരം തകർന്ന് തരിപ്പണമായി പോകുന്ന, അതുപോലെ തന്നെ ഒരു വൈറസ് വന്ന് നമ്മളെ മുഴുവൻ പേരെയും കൂടെ കൊല്ലുന്ന നിലവാരത്തിൽ കൊറോണ വന്നപ്പോൾ നമ്മൾ എങ്ങനെ നേരിട്ടൊന്ന് കാണാം. പണ്ടം കാണാമെങ്കിൽ ഒരു 10 കോടി ജനം ചത്തുപോകാവുന്നൊരു സ്ഥലമായിരുന്നു. അത് പോയിട്ട് 1 കോടിക്കകത്ത് പോലും മരിച്ചിട്ടില്ല. ഇപ്പോഴും ഇത്രയും നാളത്തെ ഇതിനകത്ത് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് ആ നിലവാരത്തിലൊക്കെയുള്ള പ്രതിരോധങ്ങളൊക്കെ ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്ന കാരണം കൊണ്ട് പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു നാശത്തിനകത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് 1 ലക്ഷം മനുഷ്യരുടെയോ അല്ലെങ്കിൽ 10 ലക്ഷം മനുഷ്യരുടെയോ ഒരു നഗരം ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ബോംബെ നഗരത്തിലേക്ക് ദരിദ്രരായ ആൾക്കാർ കാളവണ്ടിയായിട്ട് ഉരുട്ടിയോ അല്ലെ കൈവണ്ടിയിൽ ഉരുട്ടി സാധനം തൊളയെ വെച്ച് അങ്ങോട്ട് ചെല്ലുന്ന പോലെ പോകാനൊക്കത്തില്ല ഈ നഗരത്തിലേക്ക്. ഇത് ഡെസിഗ്നേറ്റ് ചെയ്ത് അത്രയും പേർക്ക് മാത്രം ജീവിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ എന്താ പറയണ്ടേ, ദേവന്മാർ കണ്ട് കഴിയുന്ന സ്വർഗത്തിലെ പോലെയാണ് ഈ നഗരങ്ങൾ രൂപപ്പെടുന്നത്. പ്രൈവറ്റായിട്ടുള്ള ഒരു വാഹനവും ആവശ്യമില്ല. നമ്മൾ ഈ പ്രൈവറ്റ് വണ്ടികൾ വന്ന് നമ്മൾ ഈ റോഡിന് വികാസം കൂട്ടി എന്നിട്ട് ട്രാഫിക് ജാം ഉണ്ടാകുന്നിടത്തേക്ക് മാത്രമാണ് പോകുന്നത്. കഴിഞ്ഞാൽ ഒരൊറ്റ വണ്ടി അങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി എത്തുന്ന സ്ഥലത്തേക്കാണ് ഈ നഗരം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഒരാൾക്ക് യാത്ര ചെയ്യുന്നത്, 2 ആൾക്ക് യാത്ര ചെയ്യാം, പിന്നെ 10 പേർക്ക് ഏത് വാഹനമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. നിങ്ങളാരും പ്രൈവറ്റായിട്ടൊരു വാഹനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് പാർക്ക് ചെയ്യാൻ നടക്കുന്നതിനെ പറ്റിയുള്ള ആലോചന ആവശ്യമില്ല. നിങ്ങൾക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുന്ന ഡ്രോൺ എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു നഗരമാണ് ഇന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ 10 ലക്ഷം പേരുടെ അല്ലെങ്കിൽ 1 കോടി പേരുടെ ഒരു നഗരം ഉണ്ടായാൽ ആ നഗരത്തിനകത്തെ കംപ്ലീറ്റ് നീഡ് അഡ്രസ്സ് ചെയ്യപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ നഗരത്തിനകത്ത് ആൾ കുറയുമ്പോൾ ആവശ്യമുള്ള ആളിനെ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. ഇങ്ങനെയാണത് വരുന്നത്. അപ്പം ശരിക്കും ഇന്നത്തെ മനുഷ്യൻ്റെ സാധ്യതകൾ വെച്ചാണെങ്കിൽ 1000 കോടി മനുഷ്യരും നഗരത്തിൽ ജീവിക്കുന്ന വരുന്ന ഒരു 50 വർഷത്തിനകത്ത് എല്ലാവർക്കും സകല സൗകര്യങ്ങളുമുള്ള മനുഷ്യന് ഇപ്പം സാധ്യമായിട്ടുള്ള വികാസത്തിനനുസൃതമായിട്ടുള്ള നഗരങ്ങളിലേക്ക് മനുഷ്യരെ മാറി താമസിക്കാനും മാറി പാർപ്പിക്കാനും കഴിയുന്ന കഴിവുള്ളവരായിട്ട് ഈ ലോകം മാറും. അല്ലാതെ ആവശ്യമേ ഇല്ല. ഇന്ന് ഈ 1000 കോടി ആൾക്കാർ പട്ടിണി കിടക്കുക ഈ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇന്നില്ല. നമ്മുടെ അതേ സമയത്ത് മനുഷ്യർ കുറേ വർഷമായിട്ട് ഈ മറ്റുള്ളവരുടെ മുകളിൽ കുതിര കയറി ശീലിച്ചും അവരെ ഇല്ലാതാക്കി നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യരാണ്. നമ്മൾ സ്പെഷ്യലാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഖില്ലീസ് ഹീൽ. പഴുത് ഉണ്ടാക്കുന്ന കോട്ടയ്ക്കകത്തെ പഴുത് വരുന്ന സ്ഥലം അതാണ്. നമ്മൾ സ്പെഷ്യലാണ്, മറ്റുള്ളവർ നമ്മളെക്കാളും താഴ്ന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു നിലനിൽപ്പിന് വേണ്ടി രൂപപ്പെട്ട ഒരു ബോധമാണെങ്കിലും അതിന്ന് നമുക്ക് തടസ്സമാണ്. ഈ ഒരു സാധനം ഇന്ന് നമ്മൾക്ക് സകല പണക്കാരും വലിയ പണമുള്ള എക്സ്ക്ലൂസീവ് ക്ലബ്ബുകൾ ലോകത്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഈ 1000 കോടി ജനത്തിനകത്ത് നിന്ന് ഒരു 2-3 കോടി ജനം ഏറ്റവും സുഖസൗകര്യങ്ങളോടെ ജീവിക്കുകയും ബാക്കിയുള്ളവരെ നെഗ്ലക്റ്റ് ചെയ്യാനും സാധ്യതയുള്ളൊരു ലോകവും കൂടാണ്.
ഈ പൊട്ടൻഷ്യൽ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ. കാരണം ഇപ്പം ചൊവ്വയിൽ പോയി ഒരു ഇതുണ്ടാക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്, അല്ലാതെ ഭൂമിയിൽ സ്വർഗം തീർക്കുന്ന യുക്തിയല്ല. ഇതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ കൂടെ വരാൻ കഴിയുന്നവർ, എല്ലാ മനുഷ്യരെ പറ്റിയും ചിന്തിക്കാത്തതായിട്ടുള്ള ഒരു മനുഷ്യ ട്രെയ്റ്റ് മനുഷ്യർക്കുണ്ട്. ഇതുകൊണ്ട് രണ്ടായിട്ട് ഒരു സ്പീഷീസ് ഡിവൈഡ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള നിലവാരത്തിലാണ് ഞാനത് കാണുന്നത്. എവല്യൂഷണറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ദാരിദ്ര്യമുള്ള ഇന്ന് കിടക്കുന്ന ജനതയെ ഉപേക്ഷിച്ചിട്ട് ധനമുള്ളവരെല്ലാവരും കൂടെ വേറൊരു ജീവിത രീതിയിലേക്ക് നീങ്ങുകയും അവർ പ്രൊട്ടക്റ്റഡായിട്ട് ജീവിക്കുകയും ചെയ്യുന്നിടത്തേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത നിലവാരത്തിൽ രണ്ട് തരത്തിലെ ജീവിതം നയിക്കുന്ന ഒരു ജീവി വർഗമായി മനുഷ്യർ മാറിപ്പോകാൻ എവല്യൂഷണറി ആയിട്ടൊരു സാധ്യതയുണ്ട്. അത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. മനുഷ്യർക്ക് സഹജമായും നമ്മൾ സ്പെഷ്യലാണ്, മറ്റുള്ളവർ നമ്മളെപ്പോലെ അല്ല, മറ്റ് ജീവികൾ നമ്മളെപ്പോലെ അല്ല എന്നറിയുന്ന പോലെ തന്നെ മറ്റ് മനുഷ്യർ പോലും നമ്മളെപ്പോലെ അല്ല എന്ന് വിചാരിക്കുന്ന ഒരു വശമുള്ള മനുഷ്യരാണ്. അവരെയാണ് നമ്മൾ ഈ എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ട് എങ്ങും എത്താതെ നിസ്സഹായരായി വിഷമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റ് പോലെ ഈ സ്പീഷീസിനുണ്ട് എന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ കുടങ്ങമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഈ നീണ്ടുന്നതെന്നൊക്കെ അറിയുന്ന ഒരു സ്ഥലവുമുണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടായി പിരിഞ്ഞു പോകാൻ, കാരണം സാങ്കേതിക വിദ്യയുടെ വികാസം അത്രത്തോളം എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നഗരമായി മാറുന്നുണ്ട്. കടലിനടിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു വളരെ റിമോട്ടായ ഒരു ഐലൻഡ് എടുത്തിട്ട് അത് മുഴുവൻ വികസിപ്പിക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ നല്ല വെള്ളമുള്ള നദിയുള്ള പ്രദേശത്തേക്ക് പോയി ജീവിക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് മരുഭൂമി തിരഞ്ഞെടുക്കാൻ പറ്റും ജീവിക്കാൻ. കാരണം സ്പേസിൽ ഒരു വർഷം ജീവിക്കാൻ പഠിക്കുന്ന അറിവ് ഏത് മരുഭൂമിയിലും ജീവിക്കാൻ എളുപ്പമായി മാറി. ഫുഡ് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആരെയും ആശ്രയിക്കുന്നില്ല, മറ്റൊരാളെ ആശ്രയിക്കേണ്ട. ചട്ടിക്കകത്ത് ഇറച്ചി മീനും ഉണ്ടാക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ പണ്ടത്തെ കൃഷി സമ്പ്രദായത്തിനെ പറ്റിയുള്ള സങ്കല്പം വേണ്ട. അപ്പോൾ ഇങ്ങനത്തെ മേഖലകളാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഓട്ടോണമസ് ആയ ഗ്രൂപ്പുകൾ രൂപപ്പെടാനും, അതുമാത്രമല്ല നമ്മൾ ഈ മറ്റുള്ളവരെ കീഴടക്കുന്ന ആ ട്രെൻഡ് നമ്മളിൽ നിൽക്കുന്നതുകൊണ്ട് ആയുധങ്ങളുണ്ടാക്കി പ്രിവെൻറ്റ് ചെയ്യുന്ന, മറ്റുള്ളവർ വരാതിരിക്കാനൊക്കുന്ന നഗരങ്ങളാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ എല്ലാവരും കൂടെ ഒന്നിച്ച് സുഖകരമായ ഒരു ലോകത്തേക്ക് പോകുന്നതിന് പകരം വലിയൊരു വിഭാഗം ജനത ഇവിടെ പണ്ട് തൊട്ട് കഴിയുന്ന പോലെ നമ്മൾ ആദിവാസികളെയൊക്കെ കഴിയുന്നത് അവരെ അങ്ങ് ലീവ് ചെയ്യുക, അവരെ നമ്മുടെ കൂടെ കൂട്ടണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു യുക്തിക്കകത്ത് അവരെ ലീവ് ചെയ്യുക എന്ന് പറയുന്ന യുക്തി സത്യത്തിൽ മനുഷ്യർക്കുണ്ട്. അതാണ് നമ്മുടെ എന്താ പറയണ്ടേ അഖില്ലീസ് ഹീല്, ദൗർബല്യം. ഇത് മനുഷ്യരൊക്കെ മറികടക്കുകയോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. അത് സാങ്കേതിക വിദ്യ ഇത്ര വേഗത്തിൽ വികസിക്കുന്ന കാരണം കൊണ്ട് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, മനുഷ്യൻ്റെ ലേബർ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇനി ടെക്നോളജിക്ക് കഴിയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടും റോബോട്ടിക്സും കൊണ്ടും എല്ലാ ഖനിയിലും വർക്ക് ചെയ്യാനായിട്ട് മനുഷ്യരെ വേണ്ട. മനുഷ്യൻ്റെ അധ്വാനം നമ്മൾ പറയുന്ന കൃഷി ചെയ്യുക, മരത്തെ കയറുക എന്നൊക്കെ പറയുന്നത് ഒന്നും ഇനി ഒരു മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തടത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അത് മാറാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ സകല തരത്തിലുള്ള ശാരീരിക അധ്വാനവും ബൗദ്ധികമായ അധ്വാനവും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ റീപ്ലേസ് ചെയ്യുന്നത് ഈ പണക്കാരായിരിക്കുന്നവരുടെ നിയന്ത്രണത്തിലാണ് അത് സംഭവിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഒരു വളരെ പ്രൈവറ്റ് സ്പേസുള്ള കുറേ സ്ഥലങ്ങൾ രൂപപ്പെടുകയും ബാക്കിയുള്ളവർ അവിടേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്, നമ്മൾ വെറുതെ ഈ ആധുനികമായിട്ടുണ്ടാകുന്ന അമേരിക്കൻ മൂവീസ് മുഴുവൻ നോക്കിയാൽ മതി, കുറച്ച് പേരൊരു വള്ളത്തെ കയറി രക്ഷപ്പെടുന്ന കഥയാണുള്ളത്. പണ്ട് മനുഷ്യർ അങ്ങനെ തന്നെ നോവയുടെ പെട്ടകത്തിൽ കയറുന്നവൻ മാത്രമേ രക്ഷപ്പെടുന്ന യുക്തിയുള്ളൂ, അല്ലാതെ മനുഷ്യരെ മുഴുവനും കൂടെ രക്ഷിക്കുന്ന യുക്തിയില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, ഈ സ്പേസിനെ പറ്റിയൊക്കെ ഉള്ള കഥകളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു പ്ലെയിനിൽ കയറി രക്ഷപ്പെടുന്നതിന് കുറച്ച് ബാക്കി അതിനകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ തൊട്ട് മനുഷ്യർ കുറച്ച് പേര് രക്ഷപ്പെട്ട് അവരും എല്ലാ സൗകര്യങ്ങളോടെ ജീവിക്കുന്ന യുക്തിയിലാണ് മനുഷ്യൻ ഇന്നും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യർ മുഴുവനും കൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാലത്ത്, രക്ഷപ്പെടുക എന്ന് ഞാൻ പറയുന്നത് ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും ഇല്ലാതെ
ശരിക്കും സമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്ന ലോകമാണ്. ഒരു പണിയും മനുഷ്യർക്കുണ്ട്. എല്ലാവർക്കും പണക്കാരുടെ മക്കളായിട്ട്, പണക്കാരുടെ മക്കൾ ജനിക്കുന്നത് വഴിയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നത്. അവരെന്തെങ്കിലും അധ്വാനിച്ചിട്ടോ കർമ്മം ചെയ്തിട്ടോ ഒന്നുമല്ല, അധ്വാനിച്ചുണ്ടാക്കുന്നതുകൊണ്ടല്ല, അവർക്ക് കിട്ടുന്ന അവകാശങ്ങളായിട്ടാണ്. ഇതേപോലെ എല്ലാവരും പണക്കാരുടെ മക്കളായി മാറാൻ പറ്റുന്ന ഒരു കാലത്ത് അങ്ങനെ അല്ലാതെ ജീവിക്കേണ്ടി വരുന്നതുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു പോയിൻ്റുണ്ട്. ഇത് മറികടക്കുന്നില്ലെങ്കിൽ നമ്മളൊരു വളരെ ദുരിതം പിടിച്ച കുറേ മനുഷ്യരും അചിന്ത്യമായ സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യ കുലവും രണ്ടായി വഴിപിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളിടത്താണ് ഞാൻ കാണുന്നത്. നമ്മുടെ ശാരീരികവും മാനസികവുമായി ബൗദ്ധികവുമായി നമ്മൾ പറയുന്ന എല്ലാ പണിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിനെ, റോബോട്ടിക്സ് എന്ന് പറയുന്ന സാധനവും കൂടെ കൂട്ടായി ജനറ്റിക് എൻജിനീയറിങ് കൊണ്ട് ഒക്കെ നമ്മളിതെല്ലാം കൂടെ, നാനോ ടെക്നോളജി, ഈ 4 കൂടെ ചേർന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ലോകം അചിന്ത്യമായ ലോകമാണ്, അനന്തമായ സാധ്യതകളുടെ ലോകത്തേക്കാണ്. കാരണം നമ്മൾ അടുത്ത ലെയറിലേക്ക്, മോളിക്യൂളിൻ്റെ ലെവലിലല്ല, അതിൻ്റെ താഴെയാണ് നമ്മൾ ഇനിയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കാരണം കൊണ്ട് പുതിയ പ്രശ്നങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ടാകാം, പക്ഷേ നമ്മൾ ഇന്നറിയുന്ന ഒരു പ്രശ്നമായിരിക്കത്തില്ല. അതത്രയും നമുക്കറിയണം. ഇനി സ്പേസിൽ നിന്ന് ഒരു മീറ്റിയോറൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ആസ്ട്രോയിഡ് വന്ന് ഭൂമിയെ തട്ടി അപകടം ഉണ്ടാകുന്ന, മറ്റേത് എക്സ്റ്റൻഷൻ ആകുന്നത്, അതൊന്നും അതിങ്ങ് വരാനൊന്നുമില്ല. അതിന് ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നിടത്തേക്കാണ് മനുഷ്യരുള്ളത്. ആ ലെവലിലുള്ള ഒരു എക്സ്റ്റൻഷന് പോലും സാധ്യമല്ല. ഭയങ്കരമായി ഭൂമി തലകുത്തി നിന്ന് കുലുങ്ങിയാലും, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പറയുന്നിടത്ത് മനുഷ്യർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളൊരു സ്ഥലവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ മനുഷ്യർ എല്ലാവരുടെയും ഈ അറിവും ഈ സമ്പത്തും പങ്കുവെക്കുവോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ചോദ്യമുള്ളൂ. കാരണം നമ്മുടെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അല്ല, മനുഷ്യൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഈ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി അനുഭവിക്കുന്ന, വിചാരിക്കുന്ന മനുഷ്യകുലത്തിനകത്തെ ഒരു വശം. ശരിക്കും പറഞ്ഞാൽ 100-ൽ 1 സൈക്കോപ്പത്തും സോഷ്യോപ്പത്തും ആയിട്ടുള്ളവരാണ്. അവരാണ് ഇന്ന് നമ്മളീ കാണുന്ന പണക്കാരും ഈ രാഷ്ട്രീയക്കാരും ഈ നമ്മളീ പറയുന്ന മിടുക്കരെന്ന് പറയുന്നവർ മുഴുവനും അതാണ്. അവർക്ക് സാമൂഹികമായ അവബോധമില്ലാത്ത ഒരു വിഭാഗമാണ് ലോകം മുഴുവനും കൂടെ സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്പത്ത് പോലും മീനിങ്ലെസ് ആവും. ഈ പണം എന്നൊക്കെ നമ്മളീ പറയുന്ന ഒന്നിനും ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ മനുഷ്യനാണോ, പണക്കാരൻ്റെ മകനാണ് എങ്കിൽ എങ്ങനെയാണ് സൗകര്യങ്ങളെല്ലാം കിട്ടുന്നത് പോലെ മനുഷ്യനാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന നഗരത്തിലേക്ക് മാറാൻ പറ്റുന്നിടത്താണ് നമ്മൾ ഇനിയുള്ളത്. അല്ലാതെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും മീനിങ് ഫുള്ളായി പഠിച്ച് ജോലി മേടിക്കുന്ന ജോലികളേ ഇല്ല. ജോലിയില്ലാത്ത മനുഷ്യകുലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10,000 വർഷം മുമ്പാണ് ഈ ജോലികൾ ലോകത്തുണ്ടായെന്ന് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ജോലിയില്ല. എല്ലാവരും അധ്വാനിച്ച് ഇഷ്ടമുള്ളത് അവരവർ ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. അധ്വാനവും ജോലിയും തമ്മിൽ വ്യത്യാസപ്പെട്ട് അറിയേണ്ടതുണ്ട്. നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതിനെയാണ് ജോലി എന്ന് പറയുന്നത്. ആ ജോലികളുടെ ലോകത്തുനിന്ന് മോചിക്കുന്ന, എല്ലാവരും ഒന്നിച്ച് മോചിക്കാൻ പറ്റുന്നിടത്തേക്കാണ് മനുഷ്യർ നിൽക്കുന്നത്. പക്ഷെ അത് സാധിക്കുമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം.